ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 220 പോർട്ടുകളുണ്ട്. പക്ഷെ അതില് കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകൾ 50-60 പോർട്ടുകളേ ഉള്ളൂ. പ്രധാനമായിട്ട് ഈ 12 മേജർ പോർട്ടുകളും പിന്നെ ഒരുപാട് പ്രൈവറ്റ് പോർട്ടുകളും ചെറിയ പോർട്ടുകളും ഒക്കെയാണ് ഇതിന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഈ കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും വളരെ കുറവാണ്. വിഴിഞ്ഞത്തിന്റെ യാത്ര എന്ന് പറയുന്നത് വളരെ ഒരു നീണ്ട യാത്രയായിരിക്കും. കാരണം വിഴിഞ്ഞം പ്രധാനമായിട്ടും നമ്മൾ കൊളംബോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊളംബോയുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പോർട്ടാണ്, ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് കൊളംബോ. കൊളംബോയ്ക്കെതിരായിട്ട് വിഴിഞ്ഞം. അപ്പൊ വിഴിഞ്ഞം എത്ര സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് വിഴിഞ്ഞം കൊളംബോമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, എസ്പെഷ്യലി റേറ്റ്സ്. ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് കൊളംബോമായിട്ട് കമ്പീറ്റ് ചെയ്യുമ്പോൾ റേറ്റ്സും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ വരാനായിട്ട് കുറച്ചു കാലം പിടിക്കും. പക്ഷേ അവസാനം എല്ലാവരും നോക്കുന്നത് അവരുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റും എത്രമാത്രം അവർക്ക് അതൊരു ഫൈനാൻഷ്യൽ ബർഡൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടാക്കും, അതായിരിക്കും നോക്കുക. അപ്പം വിഴിഞ്ഞത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നീണ്ട യാത്രയായിരിക്കും. പക്ഷെ കൊളംബോയ്ക്ക് ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് വിഴിഞ്ഞത്തിന് സാധിക്കും. ഇല്ല, ഇതൊരു എനിക്ക് തോന്നുന്നു റേറ്റ്സിന്റെ ഒരു കോമ്പറ്റീഷനാണ്. ശരിക്കും നമ്മൾ എന്തെല്ലാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, എന്തെല്ലാം ഫെസിലിറ്റീസ് നമ്മൾ ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വിഴിഞ്ഞത്തിന്റെ ഒരു സക്സസ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊളംബോ വളരെ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ്. അപ്പം അതുമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോഴത്തേക്കും വിഴിഞ്ഞത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. വിഴിഞ്ഞത്തിൽ നിന്ന് കൊളംബോയിൽ നിന്നും പഠിക്കാനുണ്ട്, മറ്റ് ഗ്ലോബലി മറ്റ് പല പോർട്സിൽ നിന്നും പഠിക്കാനുണ്ട്. അത് പ്രധാനമായിട്ട് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് നോക്കുക അവർക്ക് എന്തുമാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിഴിഞ്ഞത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വിഴിഞ്ഞത്ത് എന്തായാലും വന്നു കഴിഞ്ഞു. ഡീപ് ഡ്രാഫ്റ്റ് പോർട്ടാണ്, മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വരും. പിന്നെ അതിന്റെ എക്കോസിസ്റ്റം, പോർട്ടിന്റെ ഔട്ട്സൈഡും എന്താണ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും വിഴിഞ്ഞത്തിന്റെ സാധ്യത. പക്ഷെ ഒരു ബിസിനസിന്റെ ഒരു നോക്കുകയാണെങ്കിൽ വളരെ വിജയകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചറെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കേരളവും ഗോവയും തമ്മിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് കടൽ കിടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ചെറുകിട ഓരോ 50 കിലോമീറ്ററിലും ഓരോ ചെറിയ പോർട്ടുകളും, തങ്കശ്ശേരി, ബേപ്പൂര്, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പോർട്ടുകളെ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പോർട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആലോചിക്കാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 220 പോർട്ടുകളുണ്ട്. പക്ഷെ അതില് കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകൾ 50-60 പോർട്ടുകളേ ഉള്ളൂ. പ്രധാനമായിട്ട് ഈ 12 മേജർ പോർട്ടുകളും പിന്നെ ഒരുപാട് പ്രൈവറ്റ് പോർട്ടുകളും ചെറിയ പോർട്ടുകളും ഒക്കെയാണ് ഇതിന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഈ കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും വളരെ കുറവാണ്. പ്രധാനമായിട്ടും ഗുജറാത്ത്, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെവലപ്മെന്റ് ഇൻ ദി സ്റ്റേറ്റ്. എല്ലാ പോർട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഹിൻഡർലാൻഡ് ഉണ്ട്, അവിടുന്ന് ബിസിനസ് കിട്ടുള്ളൂ. അത് നമുക്ക് ഇപ്പൊ ഗോവയ്ക്ക് കൊച്ചി സൈഡിൽ നിന്ന് ബിസിനസ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം അത് ദാറ്റ് ഡസന്റ് മേക്ക് ഫൈനാൻഷ്യൽ സെൻസ്. പ്രധാനമായിട്ടും ഈ ചെറിയ പോർട്ടുകൾക്ക് ഹിൻഡർലാൻഡിൽ നിന്നുള്ള ബിസിനസ്സേ കിട്ടുള്ളൂ. ആ ഹിൻഡർലാൻഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അവിടുന്ന് പോർട്ടിലേക്കുള്ള പോർട്ട് കണക്ടിവിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോർട്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള റോഡോ റെയിലോ ഉണ്ടോ, അപ്പൊ പോർട്ട് കണക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ചെറിയ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ അതുകൊണ്ടാണ് ഇപ്പം പ്രധാനമായിട്ടും എല്ലാ ഒരു 55% കാർഗോ ഈ 12 മേജർ പോർട്ടുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പോർട്ടുകൾക്ക് ഇതെല്ലാം ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്താലേ അത് ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻലാൻഡ് വാട്ടർവേസ് അല്ലെങ്കിൽ വാട്ടർവേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യും. ഗോവ ഒരു മേജർ ഒരു ക്രൂസ് പോർട്ടാണ്. ബോംബെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂസ് വെസൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോർട്ടാണ് ഗോവ. കൊച്ചിയെക്കാട്ടും കൂടുതൽ ക്രൂസ് വെസൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് 1 ലക്ഷം ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ്, ഒരു 25,000-30,000 ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേകിച്ചും ഗോവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാസഞ്ചേഴ്സിന്റെ ഒരു ക്രൂസ് പാസഞ്ചേഴ്സിന്റെ ഉള്ള ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ. പക്ഷെ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഡെവലപ്പ് ചെയ്താലേ ഇവിടെയും ഡെവലപ്പ് ആവും. അപ്പൊ അതിന് പുതിയ ക്രൂസ് ഓപ്പറേറ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ ഒരുപാട് കടമ്പകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു ക്രൂസ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞൊരു
സെല്ല് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ പോളിസീസ് ഉണ്ടാക്കുക, ക്രൂസ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോളിസീസ് ഉണ്ടാക്കുക. അതിലൊരു പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൂസ് വെസൽ വന്നാൽ ഗോവ പോർട്ടിലായാലും കൊച്ചി പോർട്ടിലായാലും ബോംബെ പോർട്ടിലായാലും ചാർജസ് എല്ലാം സെയിം ആണ്. ഓരോ പോർട്ടിനും അതിൻ്റെതായിട്ടുള്ള റേറ്റ്, ഒരു ഡിഫറെന്റ് റേറ്റ്സ് ഇല്ല, ഒരു യൂണിഫോം റേറ്റ്സ് എല്ലാ പോർട്ടിലേക്കായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള പോളിസീസ് കൊണ്ടുവന്നിട്ട് കൂടുതൽ ക്രൂസ് ടൂറിസം അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി. ഇപ്പൊ ഗോവയിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഗോവയില് ഈ അയണോർ മൈൻസിന്റെ മൈൻ ചെയ്യുന്ന അയണോർ അടുത്ത ഒരു ജെട്ടിയിൽ എത്തിച്ചിട്ട് അവിടുന്ന് ബാർജസ്, അതായത് വലിയ ബോട്ടുകളിലാണ് അത് പോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് ബൈ റോഡല്ല വരുന്നത്. അപ്പം ഇൻലാൻഡ് വാട്ടർവേസ് ഗോവയിൽ വളരെ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അയണോർ മൈൻ ചെയ്യുന്നത് ഒരിക്കലും ബൈ റോഡല്ല വരുന്നത്, അത് ഇൻലാൻഡ് ഈ റിവറിൽ കൂടി വന്നിട്ട് നേരെ പോർട്ടിൽ വന്നിട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിലും ഒരുപാട് കാർഗോ ഇൻലാൻഡ് വാട്ടർവേസ് വഴി പോകുന്നുണ്ട്. ഈ വിനോദസഞ്ചാരം പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഈ പോർട്ടിന് ഗോവയുടെ വികസനത്തിന് എന്തെല്ലാം സാധ്യതകൾ നൽകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താ പറയാം? അല്ല, വിനോദസഞ്ചാരത്തിന് അപ്പുറത്തേക്ക് ഗോവയുടെ വികസനത്തിന് ഈ പോർട്ടിന് എന്തൊക്കെ സാധ്യതകളാണ് സംഭാവന ചെയ്യാൻ കഴിയുക എന്നത്? അല്ല, നമ്മുടെ പ്രധാനമായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ടൂറിസം റിലേറ്റഡ് ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ ഒക്കെ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞ ഒരു കാർഗോ റിലേറ്റഡ് ആണ് ഇവിടുത്തെ ബിസിനസ്. പ്രധാനമായിട്ടും ഗോവയിൽ ഫോർ എക്സാമ്പിൾ ഫാർമ ഒക്കെ വളരെ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫാർമ എക്കോസിസ്റ്റം ഗോവയിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടെയ്നേഴ്സ് ഒക്കെ പോകുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു പോർട്ട് വഴിയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ പോർട്ട്, ഈ ഗോവ പോർട്ട് വഴിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ ഞങ്ങൾ. പിന്നെ പ്രധാനമായിട്ടും ഗോവ അയണൂർ മെയിനുമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ഗോവ പോർട്ട് വഴിയാണ് ശരിക്കും അതിന്റെ എക്സ്പോർട്ട് നടക്കുക. പിന്നെ വലിയൊരു അയണൂർ റിസർവ് കർണാടകയിലുമുണ്ട്. ഇപ്പൊ കർണാടക അയണൂറിന്റെയും ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഗോവ പോർട്ട് വഴിയാണ്.